ഹായ്, നമ്മുടെ ബിഷപ്പിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. സജീന വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിലാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. ബിഷപ്പ് മനസ്സ് തുറന്ന് പറയാനുള്ളത് കേൾക്കണം എന്ന ടൈറ്റിലോട് കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന വ്യക്തി ബിഷപ്പിനെതിരായിട്ട്, അത് ബിഷപ്പിൻ്റെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല, പക്ഷെ ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഷപ്പിനെതിരായിട്ട് ബിഷപ്പ് എന്ന് തോന്നിക്കും, കാരണം അത് ഒരു പള്ളിയിലച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ബിഷപ്പിൻ്റെ പേരോ ഒന്നൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് കാര്യം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആരെപ്പറ്റിയാണ് എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്നൊക്കെ. അപ്പോൾ ബിഷപ്പിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു, അയാളുടെ വസ്ത്രം അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് മാത്രം ഒരു മറച്ചതിന് ശേഷം അയാളുടെ ഒരു ഇത് ഉപയോഗിച്ചു, എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു, എന്നെപ്പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം ജില്ലാ പോലീസ് സ്റ്റേഷനിലൊക്കെ അദ്ദേഹം സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഷപ്പ് പറയുന്നതായിട്ടു എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ തംബ്ലൈനായിട്ട് ഇടുന്നത് എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ ഇതെവിടെയോ ഞാൻ കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. എന്തോ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, അറിയാമെന്നുള്ളവരെങ്കിൽ കമൻറ്റ് ചെയ്തു. എൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നത് കൊണ്ടോ എന്നെ പറ്റി പറയുന്നത് കൊണ്ടോ യൂട്യൂബേഴ്സ് എന്നെ പറയുന്നത് കൊണ്ടോ എനിക്കൊരു പ്രശ്നവും ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഞാൻ കേട്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു സജീന വ്ളോഗ്സിൽ അവർ ചോദിക്കുന്നുണ്ട്, ബിഷപ്പ് അവർ പ്രാർത്ഥിക്കാൻ എന്ന് വെച്ചാൽ രേണുവിൻ്റെ ഫാമിലിക്കും രേണുവിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് കൊണ്ട് ആൾക്കാർ ഒരുപാട് മോശം പറഞ്ഞെന്ന്. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. രേണു എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതിൽ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിഷപ്പിനെ ചിലപ്പോൾ പറയുന്നത് ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചായിരിക്കും. ഇപ്പോൾ രേണുവിനെ നമ്മൾ പറയുന്നല്ലോ, അല്ലെങ്കിൽ രേണുവിനെ റിയാക്ട് ചെയ്യുന്നവരെന്താ പറയുന്നത്, രേണുവിൻ്റെ പറയുന്ന പറച്ചിലാണ്, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ പറയുന്നില്ല. രേണു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഒരു വായിന്ന് എന്തെങ്കിലും ഒരു വീഴും, എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടായി, അതാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ രേണു ഈ ഒരു രോഗാവസ്ഥ ഉണ്ടെന്നറിയാം, ബിഷപ്പ് പറയുന്നത് അല്ലെങ്കിൽ ബിഷപ്പ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അതിനുവേണ്ടി എന്ന് വെച്ചാൽ ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് ആ ഒരു രീതി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിലോ ആ കുടുംബത്തിൻ്റെ അടുത്ത് സഹതാപം തോന്നുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ആരും നിങ്ങളെ കുറ്റം പറയത്തില്ല. അത് ആവശ്യമില്ലാതെ പറയരുത് ദയവ് ചെയ്ത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണ്ട എന്ന തരത്തിൽ, പ്രാർത്ഥിക്കരുത് എന്ന തരത്തിൽ ആരും പറയുന്നില്ല. പിന്നെ നിങ്ങൾ ഇതിനു മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്, വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതൊക്കെയും ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന്. ക്ഷമിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഒരു പുരോഹിതനാണ്, നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു, അതൊക്കെയും സമ്മതിക്കുന്നുണ്ട്. അത് പുരോഹിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്ഷമയാണ് വേണ്ടത്. ആ ഒരു ക്ഷമ എന്തുകൊണ്ട് കിച്ചുവിൻ്റെ ഭാഗത്ത് വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചില്ല? ആ ഒരു ക്ഷമ എന്ന രീതിക്ക് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ കാണിച്ചത് രണ്ടുപേർക്കും 2 നീതി എന്ന തരത്തിലായിരുന്നു നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം അയാൾ പറയുന്നുണ്ട്, ബിഷപ്പ് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ അപ്പച്ചിയുടെ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സന്ദീപ് എടപ്പാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി അയാൾ തട്ടിയെടുത്തു എന്ന തരത്തിലൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, കാരണം സന്ദീപിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ രീതിക്ക് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിൽ പറയുന്നുണ്ട് കാര്യം എന്താണ്, ഇത് അന്ന് ഈ പ്രോപ്പർട്ടി അവരുടെ അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചതാണ്. തട്ടിപ്പറിച്ച് അവരെ പറ്റിച്ച് വാങ്ങിച്ചതാണല്ലോ. പറ്റിച്ച് വാങ്ങിച്ചാലും ഇപ്പോൾ ഇവരുടെ പേരിലാണല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആരുമില്ല. അന്ന് പറ്റിച്ച് എഴുതി വാങ്ങിച്ചു അവരിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴും ഇയാളുടെ പേര് തന്നെയാണല്ലോ ഇരിക്കുന്നത്, ബിഷപ്പിൻ്റെ പേര് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കരം തീർത്തിട്ടുണ്ട്, ഞാൻ പോക്കുവരവ് ചെയ്തിട്ടുണ്ട് എന്ന രീതിക്ക് അയാൾക്ക് സംസാരിക്കാം. കാരണം ഇപ്പോൾ അയാളുടെ പേര് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കിച്ചുവിൻ്റെ ഫാമിലിക്കൊക്കെ ഇഷ്ടദാനമായിട്ട് ഇയാൾ കൊടുത്തിട്ടുള്ളതെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്.
അപ്പോൾ ഇതൊക്കെയും ബിഷപ്പ് സംസാരിച്ച് പോകുന്നുണ്ട്. പിന്നെ 10 കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ 10 കെട്ടിയുടെ കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല. കല്യാണം കഴിച്ചു, ഇയാൾക്ക് 1-2 കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്, പിന്നെ അതിലൊരു മകനുണ്ട് എന്നൊക്കെ പറഞ്ഞ്, മകളോ ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എന്ന് പറയുന്നവരായിക്കോട്ടെ, എൻ്റെ മക്കൾ എന്ന് പറയുന്നവരായിക്കോട്ടെ, എല്ലാവരും വന്നോട്ടെ, എൻ്റെ സഭയിൽ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ പെണ്ണ് കെട്ടണ്ട എന്നൊരു രീതി അല്ലെങ്കിൽ എന്നൊരു തീരുമാനം ഞങ്ങളുടെ സഭയിലില്ല. നമുക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് വരുന്നവർ അതിൻ്റെ തെളിവ് കൊണ്ടുവരാനാണ് അയാൾ പറയുന്നത്. വിവാഹം കഴിച്ചതായിട്ടുള്ള തെളിവോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ DNA ടെസ്റ്റോ അതൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നോ അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരിയെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനായിട്ട് ആവത്തില്ല. ആള് ബിഷപ്പ് അല്ലെന്ന് പറയുന്നു. ബിഷപ്പിൻ്റെ അതൊന്നും പഠിച്ചിട്ടില്ല, ആള് കള്ളത്തരത്തിലൂടെയാണ് ബിഷപ്പ് ആയതെന്നൊക്കെ ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട്. മറു സൈഡിൽ ഇയാൾ പറയുന്നു, ഞാൻ 2013 അങ്ങോട്ടാണ് മിഷണറി ബിഷപ്പ് ആയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ബിഷപ്പ് വന്ന് പറയുന്നുണ്ട്. അതിൽ സംസാരിച്ചതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബിഷപ്പ് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ തെളിവുണ്ടെന്ന് സന്ദീപ് പറയുന്നു. അപ്പോൾ ഇത് നിയമ പോരാട്ടമായിട്ട് ബിഷപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമൊക്കെ ആരെന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു ഇതുമില്ല, എൻ്റെ ഫോട്ടോ വെച്ചോട്ടെ, യൂട്യൂബേഴ്സ് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ വെച്ചോട്ടെ, എൻ്റെ വോയിസ് വെച്ചോട്ടെ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിന് പോയിരിക്കുന്നത്. ആളെ പറ്റിച്ച് വാങ്ങിയ പ്രോപ്പർട്ടി ആണോ ദാനം കൊടുത്തത്? ഇതിൽ ഇനി അവരുടെ ഫാമിലി ചിലപ്പോൾ വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ ആയിരിക്കും. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ആരെയാണ് പറ്റിച്ചത്, ആരെയാണ് ചതിച്ചത്, ആരാർക്ക് എന്ത് കൊടുത്തു, ആരെന്ത് നേടി എന്നുള്ള തരത്തിൽ ഇതൊക്കെയും ചിലപ്പോൾ പുറത്ത് വരുമായിരിക്കാം. ബിഷപ്പിൻ്റെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ബിഷപ്പ് പറയുന്ന ഓരോ വാക്കുകളും മുൻപ് യൂട്യൂബേഴ്സൊക്കെ നല്ല ക്ലിയറായിട്ട് കേട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കിച്ചുവിനെതിരായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഈ യൂട്യൂബേഴ്സൊക്കെയും ബിഷപ്പിനെതിരെ തിരിഞ്ഞത്. റൂഹി ജാനോ ആ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, സുധിയുടെ സോൾ ഉള്ളത് കൊണ്ടാണ് ബിഷപ്പിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീഞ്ഞു നാറുന്നുണ്ട്. രേണുസുതി എന്ന വ്യക്തി പറയുന്നു, ഇനി ബിഷപ്പിനെതിരെ എന്തൊക്കെ വോയിസ് വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും പ്രശ്നമില്ല, ബിഷപ്പിനെ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, വേറെ ആരെയും വിശ്വസിക്കുന്നില്ല എന്ന്. ഒരു സൈഡിൽ കൂടെ കിച്ചു സുധിയെ തല്ലിയെന്നും പിടിച്ചു വെച്ച് ഇടിച്ചു, കൊങ്ങയ്ക്ക് ചേർത്ത് വെച്ചു എന്ന തരത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഡ്രഗ്സ് കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ തന്നെ വരുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ അറിവില്ലാത്ത സമയത്ത് അവൻ ഒരുപാട് ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെയും പിന്നെ അവൻ്റെ ജീവിത അവസാനം വരെ എടുത്തു വെച്ച് കുത്തണമെന്നില്ല. അത് ആര് തന്നെ ആയിരുന്നാലും ഒരാളുടെ അറിവില്ലാത്ത സമയത്ത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഞാനടക്കം എന്തുമാത്രം നമ്മൾ കുട്ടിക്കാലത്ത് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആരും തെറ്റും കുറ്റവും കുറവും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. ആരും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ മൊത്തത്തോടെ ആരും ഉടനെ എടുക്കുന്നില്ല. ഓരോന്നും കണ്ടും കേട്ടും പഠിച്ചും വളർന്നും അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതം കൊണ്ടുപോകുന്നത്. ആരും പെർഫെക്റ്റായിട്ട് വരില്ല. അവൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ ശരി, സമ്മതിച്ചു. അവനിപ്പോൾ നല്ലൊരു രീതിയിൽ ജീവിക്കുന്നുണ്ട്. ആ ഒരു ജീവിതം അവൻ ജീവിച്ചോട്ടെ. അവനിപ്പോൾ വേറൊരു വ്ളോഗേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ താടിയും പൊട്ടുമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അവരുടെ കൂടെ ട്രെയിനിൽ കറങ്ങുന്നു. അത് അവൻ്റെ ബിസിനസ് ആവശ്യത്തിനായിരിക്കും പോയത്. അവനിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിരിക്കും അവൻ പോയിട്ടുള്ളത്. അവൻ നല്ലൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ നയിക്കട്ടെ, അവൻ എന്ത് വേണോ ചെയ്തോണ്ട് പോട്ടെ. രേണുവിനെ വന്ന് നോക്കിയില്ല എന്ന് പറയുന്നുണ്ട്. രേണുവിനെ വന്ന് അവൻ നോക്കാനായിട്ട് വന്നപ്പോഴത്തേക്കല്ലേ ഐസിയുലാണ്. പിന്നെ ഐസിയു വരാത്ത എന്താണെന്ന് ചോദിച്ചു. അതിന് മുൻപേ ഈ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുധിയുടെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുധിയുടെ സഹോദരിയാണ് ഫോൺ എടുത്തത്. ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
എന്നിട്ടും കിച്ചുവിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവൻ മോശമാണ് ഇങ്ങനെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? മോശമാണെങ്കിൽ മോശം ആയിക്കൊണ്ട് പൊക്കോട്ടെ. ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ രേണുസുതിയുടെ കാര്യം പറയുന്നുണ്ട്. രേണുസുതി മുൻപ് എങ്ങനെയായിരുന്നു നോക്കുന്നില്ലല്ലോ ആരും. മുമ്പ് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു രോഗാവസ്ഥ വന്നു, ആ ഒരു രീതി ആയതുകൊണ്ട് രേണുവിന് വേറൊന്നും പറയുന്നില്ല. പിന്നെ എന്താണ്, കിച്ചു നോക്കാൻ വന്നില്ല, ആ ഒരു കാര്യത്തിലാണ് എടുത്ത് വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്തത്. പിന്നെ രേണുസുതിയുടെ കാര്യം വരികയാണെങ്കിൽ, രേണുസുതി ഇന്ന് ഒരു വിഷയം പറയുകയാണെങ്കിൽ നാളെ ആ വിഷയം വേറൊരു തരത്തിലേക്ക് മാറ്റും. ആ ഒരു സ്വഭാവം രേണുസുതിക്കുണ്ട്. അതുകൊണ്ട് പലരും അത് വിശ്വസിക്കത്തില്ല. രേണുസുതി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് ചികഞ്ഞ് നോക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും. അത് മുൻകാല വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം ഒരിക്കൽ പറഞ്ഞത് പിറ്റേ ദിവസം ചോദിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി പറയും. ആ ഒരു വിഷയം ആയതുകൊണ്ടാണ് മിക്കവരും രേണുസുതി പറയുന്നതിൽ കള്ളത്തരമുണ്ട് എന്ന രീതിക്ക് അത് ചികഞ്ഞ് നോക്കുന്നത്. ആദ്യം ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ അത് കള്ളമായിരിക്കും. ഇപ്പോഴും വിശ്വസിക്കാത്ത പലരും ഉണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോയിട്ടുണ്ട്, ഇവർക്ക് ക്യാൻസർ ആണോ എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല, ഒരു കുറവുമില്ല എന്ന രീതിക്ക് ബിഷപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി സന്ദൈ ബെടപ്പാളെന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ മറ്റ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അതൊക്കെയും നിയമ പോരാട്ടമായിട്ട് തുടരാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. നിയമ പോരാട്ടത്തിലൂടെ എല്ലാം തെളിയിച്ച് നല്ല രീതിയിൽ എന്താണ് സത്യം, എന്താണ് കള്ളം, ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം എന്നുള്ളത് പുറം ലോകം അറിയട്ടെ. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.